ഇന്ന് വിഷുവായിട്ടേ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞാനും ഏട്ടനും പിള്ളേരും കൂടി അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കട്ടോ. തൊട്ടടുത്തുള്ള ഒരു ശിവന്റെ അമ്പലത്തിലേക്ക് ഇട്ടാ. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ആദ്യത്തെ കൈനീട്ടം കിട്ടിയത്. തൊഴാൻ വരുന്നവർക്ക് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ രണ്ട് പേര് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടിയതാണ് കേട്ടോ കൈനീട്ടം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതിറങ്ങി തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് നാത്തുമാരെ കണ്ടിട്ട് അവര് രാവിലെ ഇതുപോലെ അമ്പലത്തേക്ക് തൊഴാൻ ഇറങ്ങിയതാണ്. പിന്നാലെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചേച്ചി ഇതാ മക്കളുടെ ഒക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടാ. ഓണായാലും വിഷു ആയാലും രാവിലത്തെ കുളിച്ച് ഫ്രഷ് ആയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിന് ഭയങ്കര വെമ്പലല്ലേ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഒരുവിധപ്പെട്ട പണികളൊക്കെ വേഗം തീർത്ത് വെച്ചിട്ടാണ് അമ്പലത്തിൽ പോയത്. പായസം ഉണ്ടാക്കാൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വരുന്ന വഴിക്കാണ് പാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം പായസത്തിൻ്റെ പരിപാടിയിലേക്ക് നടന്നു. സേമിയ ആകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ, വേഗം കഴിഞ്ഞ് കിട്ടും പണി. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ വേഗം ടേബിളിൽ നിരത്തി വെച്ചിട്ടോ. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും അടുക്കള മൊത്തം വൃത്തികേടായിരിക്കും. അപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വേഗം തന്നെ ഞങ്ങളിങ്ങനെ ഒതുക്കി ടേബിളിൽ നിന്ന് കൊടുന്ന് വെക്കാൻ കേട്ടോ. കാളനും പുളിയിഞ്ചൊക്കെ ഇന്നലെ വൈകുന്നേരം വിഷ്ണു തലേദിവസം ഉണ്ടാക്കുന്നതാണ്. അവിയലായി, സാമ്പാറായി, ഓലനായിട്ടുണ്ട്, ഉപ്പേരിയായിട്ടുണ്ട്. ഇത് പിന്നെ മീൻകറിയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഓണത്തിനും വിഷുവിനൊക്കെ ഞങ്ങൾ വെച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനായാലും മീനായാലും നിർബന്ധമാണ് ഇവിടെ. പ്രത്യേകിച്ച് ഈ കായൽ മീനില്ലേ, അത് നിർബന്ധമാണ്. കണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊരു ടൈപ്പ് മീനും കൂടി ഉണ്ട്. ചിക്കൻ ഉള്ളത് വറക്കുകയാണ് ചെയ്തത്. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഈ സദ്യക്കുള്ള പരിപാടികളാണ് നോക്കിയത് കേട്ടോ. പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണ് വേഗം ചെയ്തത്. പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് പായസം ഉണ്ടാക്കി. പിന്നെ കഴിക്കാൻ നേരത്താണ് മീനിൻ്റെ കാര്യത്തിലൊക്കെ നടന്നത് കേട്ടോ. മീൻ വറക്കലും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ചെയ്ത് വെച്ചത്. അങ്ങനെ നേരെ ഉച്ചയോടെ എടുത്തപ്പോൾ അമ്മതാ ഇലയൊക്കെ വിളമ്പിയിട്ട് വിഭവങ്ങളൊക്കെ നിരത്തി ഇലയിലിട്ടിട്ടുണ്ട്. കൺമണി ഇതാ പ്രാർത്ഥിച്ചിട്ട് ഇലയും പൂവ് ഇടുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ലക്കിയവനാണ് ബാക്കിൽ നിന്ന് ഗൈഡൊക്കെ കൊടുക്കുന്നത്. ആദ്യം വെള്ളം എടുക്കണം, പിന്നെ പൂവ് എടുക്കണം, തുളസി എടുക്കണം, അരി എടുക്കണം എന്നൊക്കെ അവ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അരിയും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം റൂമിൽ വന്നിരിക്കുകയാണ്. പണിയെടുത്ത് കൂട്ടിയതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങളെല്ലാവരും മുഖത്തുണ്ട്. അതിനിടയ്ക്ക് ചേച്ചി ചിക്കൻ പീസായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഹാളിൽ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചേ. ഞാൻ ആദ്യം പച്ചക്കറി ഐറ്റംസ് മാത്രം കൂട്ടിയിട്ടാണ്. എനിക്ക് അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ മീനിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിച്ച് കഴിഞ്ഞ് ആ ഇലയിൽ തന്നെ പായസം ഒഴിച്ചിട്ട് എനിക്കൊരു പിടി പിടിക്കണം. ഇതാണ് എൻ്റെ രീതി. അങ്ങനെ വയറ് നിറഞ്ഞ് ഇരിക്കുന്ന ടൈമിൽ നാത്തുമാരെല്ലാവരും കൂടി പറഞ്ഞു പാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ എല്ലാവരും കൂടി ഉമ്മർത്തിയിരുന്ന് കുശലം പറഞ്ഞിരിക്കുകയാണ്. മേമന്മാരും അതുപോലെ പാപ്പനും നാത്തുമാരും എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. ഇവിടെ എടപ്പാള് ചെറിയൊരു എക്സിബിഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വിഷുവിൻ്റെ അന്ന് മാത്രമേ ലീവ് ഉള്ളൂ ഓഫീസിൽ. അപ്പോൾ കുട്ടികളും കൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നു. ഇവിടെ വന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. വന്നപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് സൂപ്പറായിരുന്നു. ഒരു കോഴി ഇതാ നടന്നു വരുന്നുണ്ട്. അത് കണ്ടിട്ട് ലക്കി ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആൾക്ക്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കാശ് മുതലാക്കിയത് ഈ ഒരു വെള്ളത്തിൻ്റെ പരിപാടിക്കാണ്. മറ്റുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും അത്രമാത്രം കാണാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വെള്ളത്തിൻ്റെ ഈ പ്രോസസ്സിങ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കളറും കൂടി ആയിരുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമുക്ക് സമയം കയ്യിൽ വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ട് ഡ്രസ്സും പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് അതിലിരുന്ന് പുറത്തെ ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ നല്ല കുളിർമ കേട്ടോ. ഭയങ്കര ചൂടുള്ള സമയത്താണ്, രാത്രി ആണെങ്കിൽ പോലും ഭയങ്കര ചൂടല്ലേ. ആ സമയത്ത് ഇതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ചധികം നേരം ഞങ്ങൾ ആ വെള്ളത്തിൽ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ ഒരു ഐലാൻഡാണ് ഉദ്ദേശിച്ചത് തോന്നുന്നുണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ ചുറ്റും കാണുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒന്ന് രണ്ട് ചെറിയ വീടൊക്കെ പണിത് ഒരുപാട് ഐറ്റംസ് സെയിൽ ചെയ്ത് വെക്കുന്ന സ്റ്റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്സിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിന് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിന് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പാനിപ്പൂരി ആ ഐറ്റംസ് ഉള്ള കുറച്ച് സ്റ്റോളും ഐസ്ക്രീമിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോളും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ദാ ഗോസ്റ്റ് ഹൗസ്. ഇതിൽ നിന്ന് പെട്ടെന്നാണ് രണ്ടുപേരും പുറത്തേക്കാണ് ചാടിയതിട്ടാ. കണ്ട് പേടിച്ചിട്ട് ലക്കി ഏട്ടനും ആദ്യം മുന്നിൽ നടന്നു, ഞാനിക്കറും പിന്നാലെ നടക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു.
ലക്കിക്ക് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ കയറാൻ. ഇക്രൂനും അതൊന്നും വലിയ രീതിക്കൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം തൊട്ടടുത്ത് നമ്മൾ പൂരമൊക്കെ പ്രമാണിച്ചിട്ട് ഇങ്ങനെ 1-2 എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്രൂവിന് അതിലൊന്നും കയറണം എന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലക്കിക്ക് ഈ കാണുന്ന റൈഡിൽ കയറാൻ നല്ല വാശിയായിരുന്നു. അപ്പോൾ അവനെന്തായാലും ഏട്ടൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ ആ വഞ്ചിയിലാകെ 3 പേര്. ഞാൻ എന്നിട്ട് ഏട്ടനോട് പറയുകയും ചെയ്തു, ഈശ്വര 3 പേർക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പം അത് കറക്കിക്കൊണ്ടിരിക്കണേന്ന്. അപ്പം ഏട്ടൻ പറയുന്നത് നിനക്കിപ്പം എന്താ ഇത്ര വിഷമം പറയണ പോലെ എനിക്കെന്തിനാ എത്ര വിഷമം. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പം എന്താ ലക്കിയുടെ റൈഡ് ഓണായിട്ടുണ്ട്. പിന്നെ ഇക്രുമോനെ അവന് കഴിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഓഫർ ചെയ്ത് കൊടുത്താൽ മതി. അവനതാണ് കൂടുതൽ ഇഷ്ടം. പുറത്തിങ്ങനെ ഇറങ്ങിയാൽ എന്തെങ്കിലും കഴിക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഏട്ടൻ അവനെയും കൊണ്ട് തൊട്ടപ്പുറത്ത് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയി. അപ്പം ഞാനിത് ലക്കിനെ നോക്കിയിരിപ്പാണ്. അവനെ തന്നെ നോക്കിയിരിക്കത്തുള്ളൂ കേട്ടോ. കാരണം തൊട്ടപ്പുറത്ത് വഞ്ചിയും ആ യന്ത്രവും കിടന്ന് കറങ്ങണ കാണുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടിട്ട് ഞാനും കറങ്ങുന്നുണ്ട്. എൻ്റെ തല അത്യാവശ്യം. പിന്നെ വല്ലാതെ ഞങ്ങളവിടെ നിന്ന് നേരം കളയാൻ നിന്നില്ല. കാരണം എൻ്റെ വീട്ടിലേക്ക് എത്തേണ്ടതാണല്ലോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 100 രൂപയായിരുന്നു. അതങ്ങ് ശരിക്കും മുതലാക്കിയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു വിഷമം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഇക്രൂവിന് ഓഫർ ചെയ്ത ഷവർമ്മ ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ 2 പ്ലേറ്റ് ഷവർമ്മ വാങ്ങി അത് ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഷെയർ ആക്കി. കാരണം വീട്ടിൽ അമ്മ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നേരെ ഒരുപാട് പിടിക്കുകയും ചെയ്യും, വയറ് ഒരുപാട് നിറയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.